നമ്മൾ വീട്ടിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് മുളക് പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുളക് പുരട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. അതല്ല ഒട്ടും തന്നെ പൊടിഞ്ഞ് പോകാതെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മസാല പൊട്ടി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ തീരെ ചെറിയ കൊഴുവ, ചാളമീൻ അങ്ങനെയുള്ളതൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ എളുപ്പമാണ്, പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ മീൻ നന്നാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ കേട്ടോ. കോൺഫ്ലോർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പായിട്ടിരിക്കും. കൊഴുവയൊക്കെ നമുക്ക് ഇങ്ങനെ മറിച്ചിടാനായിട്ട് എളുപ്പമായിരിക്കും, നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെയാണ് മുളക് പൊട്ടിയെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ മുളക് എടുത്ത് വെച്ച് പൊട്ടിയെടുത്തിട്ടുണ്ടെങ്കിലോ, നമുക്ക് ഇതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഇതുപോലെ നമുക്കൊരു ട്രെയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം രാവിലെ എടുത്ത് പൊരിച്ചെടുക്കാം. അതല്ലാണ്ടിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫ്രീസറിൻ്റെ ഒക്കെ താഴെ തട്ടിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാവത്തില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സവാളയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളതിൻ്റെ അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തതാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കില്ല കേട്ടോ. ബൈ.